ആപ്പ് സ്പെസിഫിക്കലി ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരു വെബ്സൈറ്റ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അവർ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സാപ്പിനകത്ത് തന്നെ അവരുടെ തൊട്ടടുത്തുള്ള ബിസിനസ്സിലേക്ക് അവർക്ക് ഓൾറെഡി അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ ഒരു മെസ്സേജ് അയക്കുന്ന അത്രയും സിംപ്ലിസിറ്റിയിൽ പ്ലേസ് ഓർഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എടുക്കാം. നമ്മുടെ ഫോപ്സ് ഡയറക്റ്റിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റോർ ഫ്രണ്ട് അവർ തുറക്കുന്നത് വഴി അവർക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ കച്ചവടം നടക്കും. ഒരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം വാട്സാപ്പ് തന്നെ എല്ലാവരെയും അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ആ ഉള്ള ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നമ്മൾ ബിസിനസ്സിനെ ഷോക്കേസ് ചെയ്താൽ മാത്രം മതി. ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന എല്ലാ പണിയും നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിന് ചെയ്യാൻ പറ്റിയാലോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ മൈ ബ്രാൻഡ് മൈ പ്രൈഡ് നിങ്ങൾക്കുള്ളതാണ്. ഫോപ്സ് ഡയറക്റ്റ് എന്ന കോൺസെപ്റ്റാണ്, എന്ന കമ്പനിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആൻഡ് അതിൻ്റെ ഓൾ ഇൻ ഓൾ അബ്ദുൽ സലയാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്. ഹായ് അബ്ദുൽ, വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. ഹായ്, താങ്ക് യു. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാ പരിപാടികളും വാട്സാപ്പ് നമ്പർ ത്രൂ ചെയ്യാൻ പറ്റില്ലേ? അതല്ലേ ഫോപ്സ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നിങ്ങളുടെ കമ്പനിയെ കുറിച്ച്, കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരും. കറക്റ്റ്, മഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ബിസിനസ്സിനും ഒരു വെബ്സൈറ്റ് എന്നുള്ളത് അവരുടെ സാധനം ഒരു വിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ആളുകൾ കാണുന്നത്. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ തുടങ്ങുക എന്നുള്ളത് ഒന്നുകിൽ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ അവർക്ക് തുടങ്ങും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള വാട്സാപ്പ് ഉണ്ടല്ലോ, ആ വാട്സാപ്പിനകത്ത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ച് ഇൻട്രാക്ട് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ്. ആളുകൾ വിളിക്കുന്നത് കുറവാണ്, പ്രത്യേകിച്ച് പുതിയൊരു ജനറേഷൻ. അപ്പോൾ ഈ വരുന്ന ബിസിനസ്സൊക്കെ പുതിയ ജനറേഷൻ ഓഫ് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് മേ ബി അവിടെ ഒരാൾ ഇരുന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്, മാനുവലിയാണ് നടക്കുന്നത്. അതിന് ഡിലേ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കച്ചവടത്തിൽ ഒരു തിരക്കിലാണെന്നുണ്ടെങ്കിൽ അവർ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവിടെ എല്ലാം ഒരു കച്ചവടത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാനുള്ള സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്സാപ്പിനകത്ത് ഒരു സ്റ്റോർ ഫ്രണ്ട് തുറന്നു തരും. അവിടെ നിങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് ആളുകൾക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാം. ആ ഓർഡർ നേരെ ആ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിലേക്ക് നമ്മൾ സീംലെസ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളൊരു വാട്സാപ്പ് നമ്പർ ത്രൂ ആണ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ മാനുവലി ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുമോ, ഫോട്ടോ കാണിച്ചു കൊടുക്കുമോ, അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ അയച്ചു കൊടുക്കുക, ഇതൊന്നും വേണ്ട. ഇതൊക്കെ വാട്സപ്പ് തന്നെ ചെയ്തോളും. അതെല്ലാം വാട്സാപ്പിനകത്ത് നമ്മുടെ ഫോപ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, ഓക്കെ. അപ്പോൾ കറക്റ്റ് വെബ്സൈറ്റ് പോലെ തന്നെ, അതായത് ഈവൻ ഇഫ് യു ആർ ദെയർ ഓർ നോട്ട്, പരിപാടി നടന്നോളും, സെയിൽ നടന്നോളും, നമുക്ക് നോട്ടിഫിക്കേഷൻ. കറക്റ്റ്, അവിടെ ഐറ്റംസ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് മാത്രം പ്രോപ്പർലി ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് ടൈപ്പ് ഓഫ് ബിസിനസ്സിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ യൂസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സെയിൽ സൊല്യൂഷൻ ഏതാണോ ആ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഒറ്റ സ്ഥലത്ത് അവർ ഓർഡേഴ്സ് മാനേജ് ചെയ്യാം, ഒറ്റ സ്ഥലത്ത് തന്നെ അവർക്ക് ഐറ്റംസും മാനേജ് ചെയ്യാം. അവർ വാട്സാപ്പ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറൊരു സെഗ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് വേറെ ഏതെങ്കിലും ബേക്കറി അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീറ്റെയിൽ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് സെയിൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങളും എളുപ്പമാണ്. കസ്റ്റമറിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്പ് ഓർത്ത് വെക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഓർത്ത് വെക്കേണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അവരുടെ കോൺടാക്ട്സിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ബിസിനസ്സിലേക്ക് ഇൻട്രാക്ട് ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. വളരെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആണ്? അതായത് ഇപ്പോൾ കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലായത്, കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകാരെയാണ്, ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ഓൺലൈനായിട്ട് ബിസിനസ്, കാരണം അവരാണല്ലോ കൂടുതലും വാട്സാപ്പ് ത്രൂ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ്? ഇപ്പം മഞ്ജു പറഞ്ഞ പോലെ തന്നെ ഒരു ലെറ്റ്സ് ഹോം ബേക്കേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ്സ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ത്രൂ സെല് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, ഇപ്പോൾ ഒരു സെഗ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി റെസ്റ്റോറൻറ്റ്സ്, ഓക്കെ, ഗ്രോസറി സ്റ്റോറ്, മീറ്റ് സ്റ്റോറ്, ഫിഷ്, ഇങ്ങനത്തെ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളുണ്ടല്ലോ, അവർക്കൊരു വെബ്സൈറ്റ് ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അന്യമായിട്ടുള്ള കാര്യമാണ്. അത് അവർക്ക് അറിയില്ല. അത് കുറച്ചും കൂടെ ബിസിനസ് ഡെവലപ്പ് ആയിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഒരു IT സപ്പോർട്ട് വിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ ചെറിയ ബിസിനസ്സിന് അതൊന്നുമില്ല. അപ്പം പക്ഷേ അവർക്ക് വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കുന്ന, എല്ലാവരും മെസ്സേജ് അയക്കുന്ന, വോയിസ് മെസ്സേജ് അയക്കുന്ന, അതൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ വാട്സാപ്പിനകത്ത് തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പറഞ്ഞ ജസ്റ്റ് ഒരു ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, ബേക്കറി, ഹോം ഷെഫ്, മീറ്റ് സ്റ്റോർ, പിന്നെ അതുപോലെ തന്നെ ഫിഷ്, ഇവർക്കെല്ലാം നമ്മുടെ ഫോപ്സ് ഡയറക്റ്റിൻ്റെ സൊല്യൂഷൻ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഫോപ്സ് ഡയറക്റ്റിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഞാൻ ആസ് ഓഫ് നോ വെബ്സൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, വരികയാണ്. വാട്ട് ഹാപ്പൻസ് സർ?
ഓക്കെ, അപ്പം ബേസിക്കലി നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ബേസിക്കലി ഒരു രജിസ്ട്രേഷൻ സംഭവമുണ്ട്. അവിടെ നമ്മുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യുമ്പോൾ സമയത്ത് അവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺബോർഡിംഗ് ടീമിലേക്ക് ആ ഒരു റിക്വസ്റ്റ് വരും. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോർ വിത്തിൻ ഒരു 1 ഡേക്കകത്ത് നമുക്ക് ലൈവ് ആക്കാൻ പറ്റും. ഓ, 1 ഡേ മതിയോ? 1 ഡേ മതി. സോ ഫാസ്റ്റ്. അതെ, അതാണ് വേറൊരു പ്രത്യേകത. കാരണം വെച്ചാൽ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ ടൈം എടുക്കും, ഒരു ഷോപ്പിഫൈ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിനും ടൈം എടുക്കും. പക്ഷേ ഇത് ഓൾറെഡി നമുക്ക് വിത്തിൻ 1 ഡേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തൊട്ട് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാം. ഓ നൈസ്. അപ്പം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, ഫോട്ടോസ് ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അല്ലേ? അതെ, അത് ഇനീഷ്യലി നമുക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞില്ല, അതായത് ടൈപ്പ് ഓഫ് ബിസിനസ് അനുസരിച്ച് ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സെയിൽ സൊല്യൂഷനിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഫെച്ച് ചെയ്യും. അപ്പോൾ മാനുവൽ എൻട്രിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് അവിടെ അവർ ഏതെങ്കിലും ഒരു ഐറ്റം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്സ്ആപ്പ് സ്റ്റോർ ഫ്രണ്ടിൽ അത് മാറും. അവിടെ പുതിയൊരു ഐറ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് മാറ്റുകയാണെങ്കിൽ, ഫോട്ടോ മാറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മാറും. സോ അവർ ആ പണി ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ സ്റ്റോറിലുള്ള ഐറ്റംസിൻ്റെ അപ്ഡേഷൻ ചെയ്യുന്നതാണ്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അപ്ഡേറ്റ് ആവും, അതുപോലെ തന്നെ അവരുടെ വാട്സാപ്പിനകത്തും നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ, കസ്റ്റമേഴ്സിന് ഈ വാട്സപ്പ് ത്രൂ സെയിൽസ് അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഒരു സ്റ്റോർ ഫ്രണ്ട് വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും, അതുപോലെ ബിസിനസ്സുകാർക്ക് ഇങ്ങനെ വാട്സപ്പ് ത്രൂ സ്റ്റോർ ഫണ്ട് തുടങ്ങുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും എനിക്കൊന്ന് ക്രിസ്പായിട്ട് വളരെ ക്ലാരിറ്റിയിൽ പറഞ്ഞൊരു പോയിന്റ് ബൈ പോയിന്റ്. സോ ഫസ്റ്റ് നമുക്ക് എൻ കസ്റ്റമറിൻ്റെ ഇതിലേക്ക് വരാം. സോ എൻ കസ്റ്റമർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ആപ്പ് സ്പെസിഫിക്കലി ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരു വെബ്സൈറ്റ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അവർ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സാപ്പിനകത്ത് തന്നെ അവരുടെ തൊട്ടടുത്തുള്ള ബിസിനസ്സിലേക്ക് അവർക്ക് ഓൾറെഡി അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ ഒരു മെസ്സേജ് അയക്കുന്ന അത്രയും സിംപ്ലിസിറ്റിയിൽ പ്ലേസ് ഓർഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എടുക്കാം. അതാണ് ഒന്ന്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ് നമ്മൾ യൂസ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് ആളുകൾ വിളിച്ച് ഓർഡർ ചെയ്യാറുള്ള ഒരു പതിവുണ്ട്. ഓക്കെ, അപ്പോൾ വിളിച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൾ വെയിറ്റിംഗിലായിരിക്കും. എന്താണുള്ളത്, എന്താണ് ഇല്ലാത്തതെന്ന് പറഞ്ഞ് ഒരു ലൈക്ക് ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ആളുകൾക്ക് ഫോണിൽ സംസാരിക്കുന്നതിലുപരി അവർക്ക് മെസ്സേജിങ് ആണ് വളരെ എളുപ്പം. ഒരാളുടെ അവൈലബിലിറ്റി അനുസരിച്ച് വേണം നമുക്ക് ഈ പറഞ്ഞ ആൻസറും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാം. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് യൂസ് കേസ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ പാർസൽ ഓർഡേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പറഞ്ഞ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഓക്കെ ഒരു അരമണിക്കൂർ നമ്മൾ അതിന് വേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പകരം ചാർജും കൊടുക്കണം. അതെ, അതിൻ്റെ പകരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഓരോ സ്റ്റേറ്റസ് അപ്ഡേറ്റ്സ് നമുക്ക് തിരിച്ച് വാട്സപ്പിനകത്ത് തന്നെ കിട്ടും. നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ പോയി അവിടെ കളക്ട് ചെയ്താൽ മതി. സോ നമുക്ക് സമയം ലാഭമാണ് ആസ് എ എൻഡ് യൂസർ. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ വാട്സാപ്പിനകത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെ കൊണ്ട് നേരത്തെ പറഞ്ഞ ആപ്പിൻ്റെ ആവശ്യം വരുന്നില്ല ഫോർ കസ്റ്റമേഴ്സ്. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സുകൾക്ക് എന്താണ് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സുകൾ എല്ലാം ഈ പറഞ്ഞ വാട്സാപ്പിനകത്ത് ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ആളുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരാളുടെ ആവശ്യം അവിടെ ഉണ്ട്. ഒരു ആളിരുന്ന് റെസ്പോണ്ട് ചെയ്താൽ, ഒരാളിരുന്ന് അതിന് റിപ്ലൈ കൊടുത്താൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മുടെ ഫാസ്റ്റ് ഡയറക്റ്റിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റോർ ഫ്രണ്ട് അവർ തുറക്കുന്നത് വഴി അവർക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ കച്ചവടം നടക്കും. ഒരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി അഗ്രിഗേറ്റർ മോഡലിലല്ല ഈ പറഞ്ഞ സംഭവം വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരു കമ്മീഷൻ മോഡലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഒരു ലെറ്റ്സ് ഏതെങ്കിലും ഒരു ജയൻ്റ് ആയിട്ടുള്ള ഫുഡ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള കമ്മീഷൻസും കാര്യങ്ങളാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു 100 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ചാർജ് ഉണ്ടെങ്കിൽ ആ ഡെലിവറി ചാർജ് ഞാൻ ചിലപ്പം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കസ്റ്റമർ, അതായത് ആ ബിസിനസ്സിന് കിട്ടേണ്ട എമൗണ്ട് അവർക്ക് തന്നെ ഡയറക്റ്റ്ലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് ഏത് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെങ്കിലും അവരൊരു കമ്മീഷൻ മോഡലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു സ്വന്തമായിട്ടുള്ളൊരു ടെക്നിക്കൽ ടീമിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ പറയുന്നത് 24/7 അവിടെ ഒരു ഹ്യൂമൻ പവറിന്റെ ആവശ്യമില്ല. ഹ്യൂമൻ റിസോഴ്സ് അവിടെ വേണ്ട. നിങ്ങളുടെ ബിസിനസ് നിങ്ങളില്ലെങ്കിലും നടന്നോളും അല്ലേ, ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇപ്പം ഇപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ചോദ്യമുണ്ട്. ഏതൊരു ബിസിനസ്സുകാരനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു വെബ്സൈറ്റ് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവും. അപ്പം പിന്നെ ഇന്നിപ്പോൾ ഇത്രയും നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി കാശ് ചെലവാക്കുന്നതിന് പകരം കുറച്ച് കാശ് അധികമായാലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. ഈ വാട്സപ്പിൽ എന്തിനാണ് സ്റ്റോർ ഫ്രണ്ട് ചെയ്യുന്നതെന്നൊരു ചോദ്യം വരുമല്ലോ. ഹൗ വുഡ് യു ആൻസർ? കറക്റ്റ്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഇത് പല കാലഘട്ടത്തിലും വരുന്ന ഒരു സംഭവങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ വഴിയായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് ആൾക്കാർ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് www. ആ ഒരു സാധനങ്ങളൊക്കെ വന്ന് ആൾക്കാർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം ആപ്പ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എല്ലാ ഇതിനകത്തും ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ചില സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമായിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക.
പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്സാപ്പ് വന്നതുകൂടി ആളുകളെല്ലാം വാട്സാപ്പിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന നമ്മളാണെന്നുണ്ടെങ്കിലും ഇത് കാണാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് എല്ലാം വാട്സാപ്പ് ഉണ്ടാവും, ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഓരോ സ്റ്റോർസ് തുറന്നു വെക്കുക എന്നുള്ളതാണ്. സോ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. ഓക്കെ, ആ വെബ്സൈറ്റ് ത്രൂ വരുന്ന കസ്റ്റമേഴ്സിന് വെബ്സൈറ്റ് പോയി നോക്കി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ എന്നാലും ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ വാട്സാപ്പ് ത്രൂ ആയിരിക്കും ആ ബിസിനസ്സിലേക്ക് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെയും നിങ്ങളുടെ സ്റ്റോർ ഫ്രണ്ട് തുറന്നു വയ്ക്കൂ, അവിടെ വരുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ മിസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. പക്ഷേ വെൻ കമ്പയർ ടു വെബ്സൈറ്റ് നമ്മൾ വേണ്ടെന്നല്ല പറയുന്നത്. ഇ കൊമേഴ്സ് എഞ്ചിൻ വെബ്സൈറ്റിന് ഓൺ ടോപ്പിൽ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇതിനകത്ത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഇ കൊമേഴ്സ് ഓൾറെഡി ഇൻബിൽഡ് ആണ്. അതിന് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ ടെക് റിസോഴ്സിന് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അത് നിങ്ങൾ ലൈക്ക് ഒരു കസ്റ്റമറിനെ കൊണ്ട് വേറെ ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി വാട്സാപ്പ് ഇൻസ്റ്റാൾഡ് ആണ് അതിനകത്ത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോർ ഫ്രണ്ട് തുറക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് വേണ്ടെന്നല്ല പറയുന്നത്, എന്നാലും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. കേറാത്ത വാട്സാപ്പിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. ഓക്കെ, പക്ഷേ ഗ്രാജുവലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലുള്ള കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതിന് ഈ ചാർജസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഫോബ്സ് ഡയറക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വൺസ് ഞാനൊരു പേയ്മെൻറ്റ് തരുന്നു, അപ്പോൾ പിന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ സർവീസസ് നമുക്ക് കിട്ടുമോ, അതോ ഇങ്ങനെ നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ബേസിക്കലി നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് നമ്മൾ ഇത് വരുന്നത്. ഓക്കെ, അതൊരു അവരോട് ചെയ്യുന്ന ലെറ്റ്സ് റവന്യൂവിൻ്റെ ബേസിലല്ല, ഫിക്സ്ഡ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. സോ നമുക്ക് മന്ത്ലി ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ ചാർജ് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സർവീസ് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക്കലി ഇതിനകത്ത് പേയ്മെൻറ്റ് കളക്ഷൻ വരുന്നതിനെ കൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജസ് വരും. അത് നമ്മൾ എടുക്കുന്നതല്ല, നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ സൊല്യൂഷൻ പ്രൊവൈഡർ ഏതാണ് അവരുടെ ഒരു ചാർജ് വരും. പിന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ലാസ്റ്റ് മൈൽ ഡെലിവറി കമ്പനീസ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെറ്റ്സ് സേ മഞ്ജു നേരത്തെ പറഞ്ഞ ഒരു ഇ കൊമേഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡറിനായിട്ട് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തെന്നുണ്ടാവുക ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ത്രൂ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ പറഞ്ഞ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ പോർട്ടർ, ക്യുക്കർ, ഓക്കെ, അതുപോലത്തെ കമ്പനീസ് ഉണ്ട്, ഷാഡോ ഫാക്സ്. അപ്പോൾ അതുപോലത്തെ കമ്പനീസിൻ്റെ ഡെലിവറി ബോയ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വരുന്ന ഡെലിവറി ചാർജസ് വന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യുന്ന ചാർജസ് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ബന്ധമില്ല. അപ്പോൾ ചാർജസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ് വരും. അതിനപ്പുറത്ത് ലാസ്റ്റ് മൈൽ ഡെലിവറി ചാർജസ് എത്രയാണോ ആ കമ്പനീസ് ഡിസൈഡ് ചെയ്യുന്നത്, അതാണ് ആക്ച്വൽസ് അവർക്ക് വരും. അത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെലിവറി ചാർജ് ആ ബിസിനസ് തരണോ, ഐ മീൻ ആരാണോ സെല് ചെയ്യുന്നത് അവരെടുക്കണോ, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ അത് കസ്റ്റമറിൽ നിന്ന് മേടിക്കണോ, മ്യൂച്വലി ഷെയർ ചെയ്യണോ, അപ് ടു സർട്ടൻ കിലോമീറ്റർ ഫ്രീ കൊടുക്കണോ, എബോവ് സർട്ടൻ ഓർഡർ വാല്യൂ ഫ്രീ കൊടുക്കണം, അങ്ങനത്തെ പലതരം കോൺഫിഗറേഷൻസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആണ്. മനസ്സിലായി. ഓക്കെ, ഇതിൻ്റെ ഒരു ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ഇത് ഈ ഫോബ്സ് ഡയറക്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ജേർണി എന്താണ്? വാട്ട് മെയ്ഡ് യു തിങ്ക് അബൌട്ട് ദിസ്? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഫോബ്സ് ഡയറക്റ്റിൻ്റെ മുമ്പ് നമുക്ക് ഫോബ്സ് റിസീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ റിസീവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലീഡിംഗ് ആയിട്ടുള്ള തേർഡ് പാർട്ടി അഗ്രിഗേറ്റേഴ്സിനെ ഒരു കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഫോർ ബിസിനസ്സസ് ആണ്. അപ്പം ലെറ്റ്സ് ആ പ്ലേസിനെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ 1-2 കസ്റ്റമേഴ്സേ ഉള്ളൂ. ഓക്കെ, ആ 2-3 കസ്റ്റമേഴ്സിൻ്റെ പിറകിൽ പല ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമർ ആരാണെന്നുള്ള ഇൻഫർമേഷൻ ഈ ബിസിനസ്സിന് കിട്ടുന്നില്ല. ഓക്കെ, അതാണ് ഒരു പ്രശ്നം. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹ്യൂജ് കമ്മീഷൻസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡോർ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് മേടിക്കുന്നതും അതൊരു ആപ്പ് ത്രൂ മേടിക്കുന്നതും കംപ്ലീറ്റ്ലി വ്യത്യാസമുള്ള റേറ്റിലാണ്. അതെ, നമുക്കും നഷ്ടമാണ്. കറക്റ്റ്, അത് എൻഡ് യൂസറിന് നഷ്ടമാണ്, ആ ബിസിനസ്സിന് നഷ്ടമാണ്. അപ്പോൾ ഈ 2 മെയിൻ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയുടെ പ്രശ്നം മാത്രമല്ല. ഓക്കെ, ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഇ കോം ചെയ്യുന്ന പല ആളുകൾക്കും പല രാജ്യങ്ങളിലുള്ള ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്കൊരു ഒരു വെബ്സൈറ്റ് ത്രൂ സാധനം ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് ത്രൂ സാധനം ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് പിന്നെ വൈ നോട്ട് വാട്സാപ്പ് എന്നുള്ളത്. കാരണം വെച്ചാൽ വാട്സാപ്പ് തന്നെ ഒരു സൂപ്പർ ആപ്പ് കൈൻഡ് ഓഫ് എ സാധനം ആവാനാണ് നോക്കുന്നത്. ഇപ്പം വാട്സാപ്പിനകത്ത് ഇല്ലാത്ത സർവീസസ് ഇല്ല. ബാങ്കിങ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, സിനിമ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്, ബസ് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്, എല്ലാ സാധനങ്ങളും വാട്സാപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ അടുത്തുള്ള സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾ നമുക്ക് വാട്സാപ്പിനകത്ത് ഡിജിറ്റൈസ് ചെയ്തുകൂടാ, വാട്സാപ്പിനകത്ത് അവർക്ക് ഒരു ഇ കൊമേഴ്സ് ഫെസിലിറ്റി കൊടുത്തുകൂടാ എന്നുള്ളതാണ് നമ്മൾ ഒരു തോട്ട് പോയത്. അപ്പോൾ അവിടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമർ അക്യൂസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം വാട്സാപ്പ് തന്നെ എല്ലാവരെയും അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ആ ഉള്ള ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നമ്മൾ ബിസിനസ്സിനെ
ഷോക്കേസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നതും അതിൻ്റെ ഓൺ ടോപ്പിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയതും. സോ അത് പല ഐട്രേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ പറയുന്നത്, കുറച്ചധികം റെസ്റ്റോറൻറ്റ്സും കുറച്ച് ബിസിനസ്സുകൾ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സാധനം മെച്ചുവേർഡാണ്, അടിപൊളിയായിട്ടുള്ള റെസ്പോൺസ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു വർഷത്തിൻ്റെ അടുത്തായി ഈ പറഞ്ഞ ഫോബ്സ് ഡയറക്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കുറേ ഓൺലൈൻ ബിസിനസ്സുകളെ കാണുന്നുണ്ടല്ലോ, അവരൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തുടങ്ങിയോ? ആളുകൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയോ? അങ്ങനെ ഓൺലൈൻ ഇപ്പോൾ ക്ലോത്തിങ് ബിസിനസ്സസ് കുറേ ഉണ്ട്, അവരൊക്കെ വന്ന് തുടങ്ങിയോ? എൻക്വയറീസ് ധാരാളം വരുന്നുണ്ട്. പിന്നെ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് കൂടുതലും ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്സിലായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഇനീഷ്യലി നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് സൈഡാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോൺ റെസ്റ്റോറൻറ്റ് സെഗ്മെന്റിലേക്ക് പതുക്കെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് ഗ്രോസറി, ഇപ്പോൾ ലെറ്റ്സ് ഒരു സെപ്റ്റോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ് പോലെ ഒരു ഡാർക്ക് സ്റ്റോർ തുടങ്ങണം എന്ന് പറഞ്ഞ ആൾക്ക് ഈ പറഞ്ഞ ഒരു ആപ്പോ അല്ലെങ്കിൽ ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ 1-2 കസ്റ്റമേഴ്സ് ഉണ്ട്, അവരൊരു ഡാർക്ക് സ്റ്റോർ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക, പക്ഷേ അവർ എൻറ്റയർ ബിസിനസ് വാട്സാപ്പ് ത്രൂ ആണ് ചെയ്യുന്നത്. അത് പവർ ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ. അപ്പം അങ്ങനത്തെ സാധനങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വിത്തിൻ എ ഡേ ലൈവ് ആവാൻ പറ്റും. അതാണ് വേറെ സംഭവം. മറ്റെന്ന് പറഞ്ഞാൽ വെച്ചാൽ അവർക്ക് കോൺസെപ്റ്റും കാര്യങ്ങളും ഉണ്ട്, അവരുടെ സ്റ്റോറിനകത്ത് പ്രൊഡക്റ്റും ഉണ്ട്. പക്ഷേ അവർക്ക് ഇ-കോം പോകണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ 2-3 മാസം വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അവർക്ക് ഇ-കോം തുടങ്ങാം, ഓക്കെ ഫൈൻ, നമുക്ക് നാളെ ലൈവ് ആക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ക്ലോത്തിങ് ബ്രാൻഡ്സ്, ജ്വല്ലറി ബ്രാൻഡ്സ്, അതുപോലെ ഹോം ബേക്കേഴ്സ് അല്ലേ, ഈ ഫുഡ് നമ്മൾ ഹെൽത്തി ഫുഡൊക്കെ ഇപ്പോൾ ഡയറ്റ് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ മീൽസ് മാത്രം, ഉച്ചയ്ക്കുള്ള മീൽസ് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. അവരവരുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പക്ഷേ ഒരു ഹ്യൂജ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്ന സാധനം. അതെ, അതായത് ചിന്തിക്കേണ്ട എങ്ങനെയുള്ളൂ. പണ്ട് നമ്മൾ ഏതൊരു വെബ്സൈറ്റിനകത്തും ഏതൊരു ബിസിനസിന്റെ വിസിറ്റിംഗ് കാർഡിനകത്തും www. എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് തുടങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് സ്റ്റോർ ഫ്രണ്ട് നിർബന്ധമായിട്ട് വരും ഏതൊരു ബിസിനസ്സിലും. കാരണം ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ വരുന്ന ജനറേഷൻസ്, ഇപ്പോൾ നമ്മുടെ ജനറേഷൻസിൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻസിന് ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് സംസാരിക്കാൻ മടിയാണ്. അപ്പം അതിലുപരി അവർക്ക് ടെക്സ്റ്റിംഗ് ആണ് ഏറ്റവും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം ആ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ റെഡി ആയിക്കോളും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, അല്ല ആക്ച്വലി ഏതൊരു ബിസിനസ്സും തുടങ്ങുമ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാണുക. പക്ഷേ ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിന്റെ സ്റ്റെപ്പിലേക്ക് കയറാം ത്രൂ യുവർ വാട്സ്ആപ്പ് നമ്പർ അല്ലേ. അപ്പൊ തീർക്കുന്നതിന് മുമ്പ് ഫോബ്സിനെ കുറിച്ച്, ഫോബ്സിന്റെ ജേർണിയെ കുറിച്ച് യു കെൻ ഡിസ്ക്രൈബ്. മനസ്സിലായി. ഒരു നട്ട്ഷെല്ലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഒരു റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഓക്കെ. സോ പറഞ്ഞ പോലെ നമ്മളൊരു ഓൺലൈൻ അഗ്രിഗേറ്റർ ഫുഡ് ഡെലിവറി ആപ്സിനെ എല്ലാം കൂടിയും ഒരു പ്രൊഡക്റ്റിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അവിടെ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വന്നു. സ്റ്റാർട്ടപ്പ് മിഷനകത്ത് നമ്മൾ ഇൻക്യുബേറ്റ് ആയി. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കുറേ എന്താ പറയുന്നത് ഹെൽപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ത്രൂ നമ്മൾ ആ ബിസിനസ്സിന് നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ബഹ്റൈൻ ബേസ്ഡ് ഒരു ആക്സിലേറ്റർ പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടായിരുന്നു. അവിടുന്ന് നമ്മളൊരു GCC എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് നല്ല സെറ്റ് ഓഫ് കസ്റ്റമേഴ്സും നല്ല റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ എക്കോസിസ്റ്റം ത്രൂ തന്നെയായിരുന്നു നമ്മളുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയുന്നത്, ഒരു ഡിഫറെൻറ്റ് പിവേർട്സും കാര്യങ്ങളും വന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ഫോബ്സ് എന്നുള്ളൊരു സൂട്ട് ഓഫ് പ്രൊഡക്ട്സ് ആയി. അതിനകത്ത് 2-3 പ്രൊഡക്റ്റുകൾ വരാനുള്ള ഒരു ഇതിൽ. അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. അപ്പോൾ ആ പ്രൊഡക്ട്സ് എല്ലാം ഒരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിനെ കേറ്റർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനായിട്ട് അവർക്ക് വളരെ ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലേ, നിങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത് ഫോബ്സും അങ്ങ് ഗ്രോ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജു. താങ്ക് യു സോ മച്ച്.